സംഗീത സംഗീത് കൈ പിടിച്ച് കേട്ടുന്ന ആൾക്കാരെ പ്രേമലു. ഇപ്പൊ അമലേട്ടന് ഭീഷ്മ പോലെ അമ്പുക്കയ്ക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ. ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5ാമത്തെ പടമായിരുന്നു പ്രേമലു. 6ാമത്തെ പടം കരാട്ടെ ചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിനീഷ് പോത്തന്റെ ആയിരുന്ന റോയിയാണ്. റോയി ജസ്റ്റ് ഒന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സച്ചിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചന്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക്. അപ്പൊ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ. കണ്ടോ, ഇനി കിട്ടത്തില്ല. ഇതാണ് റോയി. റോയിയാണ് കരാട്ടെ ചന്ദ്രന്റെ സംവിധായകൻ. പ്രൊഡക്ഷൻ നമ്പർ 7 ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും? പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ്. പ്രേമലു 2. എടിച്ചായ പാനി തപ്പിലെ റോട്ടരികെ ആ തുലി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കൊടു നീ സുമ്മഹായ് തരികെ. താങ്ക് യു. പ്രേമലുവിന്റെ വിജയാഘോഷത്തിനായി ഒന്നുചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ് ഇത്. 4 പടം ചെയ്തു. 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷെ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന് നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടേന്ന് അറിയില്ല. പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട്. ഈ പടത്തിന്റെ ത്രൂ ഔട്ട് കാണിച്ചത് അത് നമുക്കിപ്പോ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ സെറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നും ഇല്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നു ഇത്. കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നു ഇത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങി എല്ലാവരുടെ പേരും പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much and once again congratulations. Matthew, Ajmal Sabu, Akash Joseph, editor, Unnimaya, SS Kartikeya. So please join us. Fast Films